ബഹുമാന്യരായ മാധ്യമ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റി ഇങ്ങനെ ഒരു പത്രസമ്മേളനം ഇപ്പം വിളിക്കാനുണ്ടായ കാരണം ഈരാറ്റുപേട്ട നഗരസഭയുടെ കെടുകാര്യസ്ഥതയും ഉത്തരവാദിത്തമില്ലായ്മയും മൂലം ഈരാറ്റുപേട്ടയിലെ ജനങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇവ ചൂണ്ടിക്കാണിക്കുവാനോ ഇതിനെതിരെ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങുവാനോ ഇവിടെയുള്ള LDF തയ്യാറാകാതിരിക്കുന്നതും ഇതൊരു പ്രധാന കാരണമാണ്. നിലവിൽ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ 8ഓളം വർഷങ്ങളായിട്ട് കഴിഞ്ഞ പ്രഥമ മുനിസിപ്പാലിറ്റിയായി രൂപപ്പെട്ട് 2.5 വർഷത്തിന് ശേഷം ഏകദേശം LDFും UDFുമായി ടൈപ്പായതിന് ഫലമായി കോടിക്കണക്കിന് രൂപ ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. പ്രഥമ മുനിസിപ്പാലിറ്റി ഈരാറ്റുപേട്ടയിൽ അധികാരത്തിൽ വരികയും 2.5 വർഷത്തിന് ശേഷം ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് മുനിസിപ്പൽ കോംപ്ലക്സ് മെയിൻ്റനൻസ് ചെയ്യുന്നതിന് വേണ്ടി 1 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. ആ 1 കോടി രൂപ അനുവദിച്ച് പേപ്പർ വർക്കുകളായ ഘട്ടത്തിലാണ് ആദ്യമായി ഇവിടെ UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും അതുവഴി അവർ അധികാരത്തിലെത്തുകയും ചെയ്തു. ആ 1 കോടി രൂപയുടെ വർക്കുകൾ ഫോളോ അപ്പ് ചെയ്യാത്തത് മൂലം അത് നഷ്ടപ്പെട്ടു. അതിനുശേഷം ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുടെ പുതിയ കോംപ്ലക്സ് പണിയുന്നതിന് വേണ്ടി 8.5 കോടി രൂപ സർക്കാർ അനുവദിച്ചു. ആ 8.5 കോടി രൂപയുടെ ബിൽഡിംഗ് നിർമ്മാണം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ബഹുമാന്യനായ മുൻ ചെയർമാൻ ശ്രീ നിസാർ കുർബാനി അവരുടെ കാലത്താണ്. ഇപ്പോൾ 2 വർഷങ്ങൾ കഴിഞ്ഞു, അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അതിൻ്റെ പണി ഇതുവരെ ആരംഭിച്ചിട്ട് പോലുമില്ല. അതുപോലെ തന്നെ മുൻ ചെയർമാനായിരുന്ന UDFിൻ്റെ ശ്രീ BM സിറാജ് ചെയർമാനായിരിക്കുന്ന കാലത്താണ് പിന്നോക്ക വികസന കോർപ്പറേഷൻ്റെ വകയായിട്ടുള്ള ഹുണാർ ഹബ്ബ് പണിയുന്നതിന് വേണ്ടി ഏകദേശം 3.5 കോടി രൂപ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് അനുവദിച്ചത്. ആ കെട്ടിട സമുച്ചയം പണിയുന്നതിന് വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം തന്നെ ഈരാറ്റുപേട്ടയിലെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പുതിയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയിട്ടാണ് അവിടെ പുതിയ ഹുണാർ ഹബ്ബ് പണിയാനുള്ള തീരുമാനമെടുത്തിട്ടുള്ളത്. ആ കെട്ടിടങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ലേലത്തിൽ വെക്കുകയോ അതുവഴി 1 രൂപയുടെ വരുമാനം പോലും മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് ആ കെട്ടിടം പൊളിച്ചു മാറ്റിയിട്ട് അവിടെ പുതിയ കെട്ടിട സമുച്ചയം പണിയുന്നുള്ള തീരുമാനമെടുത്ത് 3.5 കോടി രൂപ അനുവദിച്ചിട്ട് ഇപ്പോഴും അതിൻ്റെ കമ്മിറ്റി തീരുമാനം പോലും ആയിട്ടില്ല എന്നാണ് മുനിസിപ്പൽ കൗൺസിലും ചെയർമാൻ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും യോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2.5-3 വർഷത്തോളമായി ഈ പദ്ധതി അനുവദിക്കപ്പെട്ടിട്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ആകുന്നതിന് മുമ്പും കഴിഞ്ഞ 40 വർഷക്കാലം ഈരാറ്റുപേട്ടയെ പഞ്ചായത്തായിരുന്നപ്പോഴും ഇവിടെ മുസ്ലിം ലീഗിൻ്റെ കീഴിലാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ആ ഭരിക്കുമ്പോഴും ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ്. ഇവർക്ക് ലാഭം കിട്ടുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ മാനദണ്ഡങ്ങളോ ജനങ്ങളുടെ ക്ഷേമമോ നോക്കാതെ പദ്ധതികൾ ആവിഷ്കരിക്കുകയും അതുവഴി സർക്കാർ വന്നിരിക്കുന്ന ഫണ്ടുകൾ ഈരാറ്റുപേട്ട ജനങ്ങൾക്ക് ഉപകാരപ്പെടാത്ത വിധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾക്കെല്ലാം അറിയാം. സഭാനഗറിൽ ഏകദേശം 15 ലക്ഷം രൂപ മുടക്കി 15 വർഷം മുമ്പ് പണിതാണ് ഈരാറ്റുപേട്ട വൃദ്ധസദനം. ആ വൃദ്ധസദനം ഇന്ന് സ്വകാര്യ വ്യക്തിയുടെ കയ്യിലാണിരിക്കുന്നത്. കാരണം അന്ന് ആ സ്ഥാപനം പണിയുമ്പോൾ ആ സ്ഥലം മുനിസിപ്പാലിറ്റിയുടെ പഞ്ചായത്തിൻ്റെ ആസ്തിയിലേക്ക് ഉൾപ്പെടുത്താതെ അവരോട് എഴുതി വാങ്ങിക്കാതെ കെട്ടിടത്തിന് ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് തീരുമാനമെടുത്ത് പണിതതിൻ്റെ ഫലമായിട്ട് ഇന്ന് ആ കെട്ടിടം സ്വകാര്യ വ്യക്തിയുടെ കയ്യിലാണിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ തോട്ടുമുക്ക് ഭാഗത്തുള്ള മിനി എസ്റ്റേറ്റ്. ഇത് റവന്യൂ വകുപ്പിൻ്റെ ഭൂമിയിലാണ് പണിതിട്ടുള്ളത്. ഈരാറ്റുപേട്ട പഞ്ചായത്തിൻ്റെ സ്ഥലമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടെ കെട്ടിടം പണിയുകയും ആ കെട്ടിടം പണി തീർന്നപ്പോൾ റവന്യൂ വകുപ്പ് അതിൽ പരാതിപ്പെടുകയും ആ പരാതി നിയമപരമായിട്ട് സമയാസമയങ്ങൾ ഫോളോ അപ്പ് ചെയ്യാതിരിക്കുകയും അതിന് അഡ്വക്കേറ്റ് ഉൾപ്പെടെയുള്ളവരെ നിയമിക്കാതിരിക്കുകയും ചെയ്തതിന് ഫലമായി ഏകപക്ഷീയമായി വിധിച്ചു അത് റവന്യൂ വകുപ്പിൻ്റെതാണ്. അങ്ങനെയും ഈ പൈസ പോയ ചരിത്രം ഈരാറ്റുപേട്ട നഗരസഭയ്ക്ക് ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്.
അവർ തന്നെ വീണ്ടും ഇപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ ഈ പദ്ധതികൾ തന്നെ ഇപ്പോൾ പുനരാവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ലാഭവും അവരുടെ പാർട്ടിയുടെ നേട്ടവും മാത്രം നോക്കിക്കൊണ്ടാണ് ഈരാറ്റുപേട്ടയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം കഴിഞ്ഞ 2.5 വർഷക്കാലത്തെ കഴിഞ്ഞ പ്രഥമ മുനിസിപ്പാലിറ്റിയായ 2.5 വർഷക്കാലം UDF ഭരിച്ചപ്പോൾ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് ഏകദേശം നഷ്ടപ്പെട്ടത് 13 കോടി രൂപയുടെയാണ്. 13 കോടിയോളം രൂപയുടെ വർക്കുകളാണ് നഷ്ടപ്പെട്ടത്. ഈ നഷ്ടപ്പെട്ട പ്രോജക്റ്റുകളെല്ലാം ഇപ്പോഴുമുണ്ട്. സ്പിൽ ഓവറായിട്ട് നമുക്ക് പൂർത്തിയാക്കി എടുക്കാം, ചെയ്യാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ പുതിയ നഗരസഭാ അധികാരത്തിൽ വന്നിട്ട് ഏകദേശം 1.5 വർഷക്കാലം കഴിഞ്ഞു. ഈ 1.5 വർഷക്കാലം കഴിഞ്ഞതിനിടയ്ക്ക് ഒരു അവിശ്വാസ പ്രമേയം ഇവിടെ നിലവിൽ വന്നു. ഈ അവിശ്വാസ പ്രമേയം വന്നപ്പോൾ ഈ അവിശ്വാസ പ്രമേയത്തെ ആരുടെയും അനുവാദം ചോദിക്കാതെ ഞങ്ങളത് പൂർണ്ണമായിട്ടും അനുകൂലിച്ചവരാണ്. എന്തുകൊണ്ട് ഞങ്ങൾ അനുകൂലിച്ചു എന്നുള്ളതിന് ഉത്തരമാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈരാറ്റുപേട്ട നഗരസഭയ്ക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുവദിക്കുന്ന ഈ ഫണ്ടുകൾ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭരണമാറ്റം ഈരാറ്റുപേട്ടയിൽ അനിവാര്യമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് അന്ന് ഞങ്ങൾ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചത്. പക്ഷേ അത് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് LDFും UDFും കൂടെ കൂട്ടുകൂടിക്കൊണ്ട് പങ്കുവെക്കൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതും അത് അവർ തന്നെ വോട്ടെടുപ്പിൽ നിൽക്കാതെ പരാജയപ്പെടുത്തുന്നുള്ളത് ഞങ്ങൾ പിന്നീടാണ് മനസ്സിലായത്. അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ ഭരണസമിതി അധികാരത്തിൽ വന്ന് ആദ്യത്തെ അവിശ്വാസ പ്രമേയം ഉണ്ടായപ്പോൾ അത് വൈസ് ചെയർമാനാണ് പ്രധാനമായിട്ടും പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞ് ഇവിടെ പറഞ്ഞത് കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് 48 ലക്ഷം രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. ഏകദേശം 5ഓളം കുടുംബശ്രീ യൂണിറ്റുകളുടെ പേരിൽ പൈസ എടുത്തിട്ട് അതിന് പകുതി പൈസ മാത്രം അവർക്ക് കൊടുക്കുകയും ബാക്കി പൈസ തിരിച്ചടയ്ക്കാതെ ഇന്നിപ്പോൾ ഏകദേശം 48 ലക്ഷം രൂപ 5ഓളം കുടുംബശ്രീ യൂണിറ്റ് അടയ്ക്കേണ്ട അവസ്ഥയിലാണുള്ളത്. അതിന് നടപടിയെടുക്കുമെന്ന് വൈസ് ചെയർമാനാണെന്ന് പത്രസമ്മേളനം നമുക്ക് പറഞ്ഞത്. പക്ഷേ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുകയോ അതിന് മുൻ നടപടിയിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല. കാരണം അന്ന് അഴിമതിയിൽ ആരോപിക്കപ്പെട്ട ആൾ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തപ്പോൾ ആ അഴിമതി ഒഴിവാക്കപ്പെട്ടു. അതുപോലെ തന്നെ പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് അസ്ത്ര എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ UDFിൻ്റെ ഘടകകക്ഷിയായ വെൽഫെയറിൻ്റെ കൗൺസിലറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാണ് അതിൻ്റെ താഴെ കൊണ്ട് കമൻ്റ് ഇട്ടത് ഇത് മുനിസിപ്പാലിറ്റിയുടെ പുതിയ നാടകം ആരംഭിക്കുന്നുവെന്ന്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി കൊണ്ടുവരുന്ന വികസനങ്ങളിൽ UDFിൻ്റെ ഘടകകക്ഷികൾക്ക് പോലും പരസ്പരം വിരുദ്ധമായ ആശയങ്ങളാണുള്ളത്. ഈരാറ്റുപേട്ട നഗരസഭയിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പുതിയ ഭരണസമിതി വന്ന് 1.5 വർഷക്കാലമാകുമ്പോൾ ഇപ്പോഴും അതുപോലെ തന്നെ മുൻകൂട്ടിയുള്ള പ്രവർത്തനങ്ങളോ മുൻകൂട്ടിയുള്ള ആലോചനകളോ ഇല്ലാതെ പദ്ധതി രൂപീകരിക്കപ്പെടുന്നത് മൂലം ഇപ്രാവശ്യത്തും ലക്ഷക്കണക്കിന് രൂപയാണ് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 1.5 വർഷക്കാലത്തിനും ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഈരാറ്റുപേട്ട നടത്തുന്ന ഏക ക്ഷേമ പ്രവർത്തനം എന്ന് പറയുന്നത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ സാധാരണക്കാര ജനങ്ങൾക്ക് ഒരുപാട് 100 പേർക്ക് വെച്ച് ബക്കറ്റ് കമ്പോസ്റ്റിനുള്ള ബക്കറ്റ് ബിന്ന് വിതരണം ചെയ്യുന്നുള്ളതാണ്. അത് വലിയ കെട്ടുകഴിച്ചാണ് വിതരണം ചെയ്തത്. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ആ ബക്കറ്റ് ബിന്ന് പോലും 2020-21 കാലത്ത് ബഹുമാന്യനായ മർഹൂം കുർബാനി സാഹിബ് ചെയർമാനായിരിക്കുമ്പോൾ അദ്ദേഹം ആവിഷ്കരിച്ച പ്രോജക്റ്റ് അത് 21-22 ഫസ്റ്റ് വർഷം തന്നെ നടത്തേണ്ടതായിരുന്നു. നടത്തിയാൽ മുൻ ഭരണസമിതിയുടെ വികസന പ്രവർത്തനമാണ് എന്ന് ജനങ്ങൾ പറയുമെന്ന് വിശ്വസിച്ചിട്ട് മാർച്ച് 31 വരെ പദ്ധതി നടപ്പാക്കാതിരിക്കുകയും സ്പിൽ ഓവറായിക്കൊണ്ട് പിറ്റേ വർഷം ഈ വർഷം നമ്മൾ നടപ്പാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇല്ല അതുപോലെ തന്നെ 137 കുടുംബങ്ങൾക്ക് വീട് അനുവദിക്കുവാനായി കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് UDF ഭരണത്തിൽ വന്ന ഉടനെ എടുത്ത ലിസ്റ്റാണ്. ഈ 138 പേരുടെ ലിസ്റ്റിനെ കുറിച്ച് എന്തായി എന്ന് 138 കുടുംബങ്ങൾക്ക് വീട് പോയിട്ട് ആ ലിസ്റ്റ് എന്തായി എന്നതിനെക്കുറിച്ചും അന്വേഷിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ വീട് മെയിൻ്റനൻസോ അതുപോലെ സാധാരണക്കാർക്കുള്ള യാതൊരു അവകാശങ്ങളും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഇവരാകെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് അനുവദിക്കുന്ന ഫണ്ടുകളെ അവരോട് ആവശ്യപ്പെട്ട റോഡുകളിൽ അല്ലെങ്കിൽ കോൺക്രീറ്റ് വർക്കുകൾക്ക് മാത്രം വെച്ചുകൊണ്ട് അതിൽ നിന്ന് എന്ത് ലാഭം കിട്ടുമോ ആ ലാഭം മാത്രം സ്വന്തമാക്കുക എന്നുള്ള പ്രവർത്തനങ്ങളാണ് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ 1.5 വർഷങ്ങൾക്ക് നഷ്ടപ്പെട്ട ഫണ്ടുകളെക്കുറിച്ച് ബഹുമാന്യനായ SDPIയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡർ ശ്രീ അൻസാരി കാര്യങ്ങളോട് സംസാരിക്കും. അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. പൊതുജനങ്ങളോട് നഗരസഭയിൽ നടക്കുന്ന കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ അറിയിക്കുക എന്നത് എന്നിൽ ഏൽപ്പിച്ച ഒരു കർത്തവ്യമായി ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്താ സമ്മേളനത്തിൽ നാം കാര്യങ്ങൾ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നത്.
ഈ അടുത്ത ദിവസങ്ങളിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഫണ്ടുകൾ ഇനി ആകെ 20 ദിവസമാണ് നഗരസഭയുടെ പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ദിവസം നിൽക്കുക. അതിൽ 48 ലക്ഷം രൂപയാണ്. എടുത്തു പറയത്തക്ക കുറേ ഏറെ ഉണ്ടെങ്കിലും എടുത്തു പറയത്തക്ക കാര്യങ്ങളാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. 48 ലക്ഷം രൂപയാണ് നമ്മൾ തേവരുപാറയിൽ കഴിഞ്ഞ പ്രാവശ്യം ഭരണസമിതിയുടെ കാലത്ത് വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വലിയൊരു പദ്ധതി അവിടെ തയ്യാറാക്കുകയും നടപ്പിൽ വരുത്തുകയൊക്കെ ചെയ്ത് 80 ലക്ഷം രൂപ മുടക്കി. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളിലോ അതൊന്ന് ഫോളോ അപ്പ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനോ ഒരുപാട് വീഴ്ചകൾ വരികയും അതിനുവേണ്ട വേസ്റ്റുകൾ തിരയുന്നതിനുള്ള സജ്ജീകരണങ്ങൾ വെക്കാനോ ഏരിയ ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭ വിലയിരുത്തി 48 ലക്ഷം രൂപ അവിടെ അനുവദിക്കുകയുണ്ടായി. ആ അനുവദിക്കുകയുണ്ടായ സാധനം നമ്മുടെ ഇന്ന് വനിതാ ദിനവും കൂടിയാണ് ഇന്നത്തെ ദിവസം. വനിതകൾ അവിടെ നിന്ന് ജോലി ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം വരികയാണ്. അവർ അളിഞ്ഞ് പൊളിഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വൃത്തിഹീനമായ സ്ഥലത്ത് നിന്നാണ് അവർ വേസ്റ്റുകൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേസ്റ്റുകൾ തിരയുന്നതിന് സർക്കാർ തന്നിട്ടുള്ള പണം ഏകദേശം അതാത് സമയത്തിൽ വിനിയോഗിക്കാത്തതിൽ നമുക്ക് അതിയായ വേദനയാണ്. ആ വേദന നിങ്ങളിൽ നിന്ന് പങ്കുവെക്കുക ഇന്നത്തെ ഏറ്റവും അത്യാവശ്യമായി തോന്നുന്നത്. 48 ലക്ഷം രൂപയാണ്, 1-2 അല്ല, 48. നിങ്ങൾക്ക് പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ആ 48 ലക്ഷം രൂപ ഇനി 20 ദിവസം കൊണ്ട് എന്തായാലും അവരുടെ അത്രയും വലിയൊരു പ്രോജക്റ്റ് നമുക്ക് കൊണ്ടുനടക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിലെ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങളിലേക്ക് 60 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. 60 ലക്ഷം രൂപയുടെ ഒരു വർക്കുകളും സ്ഥലം ഏറ്റെടുക്കൽ പോലും ഈ സമയം വരെ നടന്നിട്ടില്ല. 60 ലക്ഷം രൂപയാണ്. 60 ലക്ഷം രൂപയിൽ ഒരൊറ്റ വലിയൊരു പ്രോജക്റ്റായിട്ട് നടപ്പിലാക്കാനും അല്ലെങ്കിൽ ചെറിയ ചെറിയ പദ്ധതികൾക്ക് വിനിയോഗിക്കാനും നഗരസഭ തീരുമാനിച്ചതുകൊണ്ട് അതിൽ നമ്മുടെ ഒരു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ കുറ്റിമരം പറമ്പിലേക്കും 15 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിരുന്നു. അത് എന്തായിട്ടുമാകട്ടെ, അത് ഭരണകക്ഷത്തിൻ്റെ പക്ഷാഭേദപരമായ രീതിയിൽ ഏതോ ഒരു വാർഡിലേക്ക് വകയിരുത്തുകയും അവർക്ക് വേണ്ട രീതിയിൽ അവിടെയും എല്ലാ ജനതയും ഉള്ളതാണ്, അവർക്കും ഇരിക്കട്ടെ ഫണ്ട്, കുഴപ്പമില്ല. പക്ഷേ ആ ഇരിക്കുന്ന ഫണ്ടെങ്കിലും ഒന്ന് പ്രായോഗിക തലത്തിൽ വരുത്തട്ടെ എന്ന് വെച്ച് നമ്മൾ സമാധാനപ്പെട്ട് നോക്കി നിൽക്കുമ്പോൾ ആ ഫണ്ടും ഇല്ലാതെയാകുന്നൊരു സ്റ്റേജാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. പിന്നെ മറ്റൊന്നെടുത്ത് പറയാൻ പറ്റുന്ന സംഗതി എന്ന് പറയുന്നത്, ഈരാറ്റുപേട്ടയിലെ കുറേ ജനങ്ങൾ വ്യവസായ സംരംഭങ്ങൾ ഒരുപാട് നമ്മൾ ഉയർത്തിക്കൊണ്ട് വരണമെന്ന് ആഗ്രഹിച്ച് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തേവരുപാറ പ്രദേശത്ത് വ്യവസായ സംരംഭങ്ങൾ കൂട്ടാമെന്ന നിലയിൽ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുത്ത സ്ഥലമാണ് നമ്മൾ തേവരുപാറ പ്രദേശത്ത്. ടൗൺ പ്ലാനിങ്ങിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുത്തൊരു സ്ഥലമാണ് തേവരുപാറ. ആ തേവരുപാറയിൽ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുവാൻ വേണ്ടി യുവ വ്യവസായികൾ കെട്ടിടം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ആ കെട്ടിടത്തിലേക്ക് കറണ്ട് എത്തിക്കുക എന്നുള്ള ബാധ്യത നഗരസഭയുടേതാണ്. അത് നഗരസഭയിൽ കറക്റ്റായി ചർച്ച ചെയ്യുകയും നഗരസഭയിലെ എല്ലാ കൗൺസിലർമാരും കൂടി അംഗീകരിക്കുകയും അതിൻ്റെ ഭാഗമായി ആ പ്രദേശത്തേക്ക് 10.5 ലക്ഷം രൂപ കറണ്ട് എത്തിക്കുന്നതിന് ലൈൻ വലിക്കാൻ ആവശ്യമാണെന്ന് വിലയിരുത്തുകയും എത്രയും പെട്ടെന്ന് പലിശ ഉണ്ടാകുന്ന സമയത്ത് അങ്ങോട്ട് എത്തിക്കാമെന്ന് പറയുകയും നഗരസഭയിലെ പൈസ സ്റ്റോക്ക് വന്ന സമയത്ത് അവർക്ക് വിനിയോഗിക്കുന്നതിന് വേണ്ടി സെക്രട്ടറി KSEBക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പോസ്റ്റ് ഇടുന്നതിന് വേണ്ടി കുഴി കുത്തി തുടങ്ങുമ്പോഴാണ് രാഷ്ട്രീയ പ്രമുഖർ അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണകക്ഷിയുടെ പിന്നാമ്പുറത്ത് നിന്ന് വലിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരെ പുറകിലേക്ക് വലിച്ച് STP പ്രതിദാനം ചെയ്യുന്ന വാർഡിലേക്ക് ഇത്രയും ലക്ഷം രൂപ കൊടുക്കാൻ പാടില്ല. STPക്ക് അല്ല സഹോദരങ്ങളെ ഫണ്ടുകൾ. അവിടെ വ്യവസായ സംരംഭങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയും ഈരാറ്റുപേട്ടയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് വ്യവസായികൾ വരുന്നത്. ഈ വ്യവസായികളെ കൊണ്ടാണ് ഈരാറ്റുപേട്ടയിലെ പൊതുപ്രവർത്തനങ്ങളും ഈ പറയുന്ന പ്രളയങ്ങളും എല്ലാം വരുമ്പോൾ അവരിൽ നിന്നുള്ള സംഭാവനകളും ഒക്കെയാണ് നമ്മളെ ഈ പിടിച്ചു നിർത്തിയിട്ടുള്ളത്. യുവ സംരംഭകരെ ഉയർത്തിക്കൊണ്ടുവരേണ്ട കടമയും ഈ പറഞ്ഞ അധികാരി വർഗങ്ങൾക്ക് ഉള്ളതാണെന്ന് നമ്മൾ ഇതിൽ ബോധ്യപ്പെടേണ്ടതാണ്. ഇതിനും പക്ഷാഭേദപരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയത്തക്ക ഒരു കാരണമാണ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ കേസ്. ഇത്രയും പോപ്പുലേഷനുള്ള ഒരു പ്രദേശത്ത് ഒരു ഹോസ്പിറ്റൽ എന്തൊക്കെ ഫെസിലിറ്റിയാണ് ഉള്ളതെന്ന് തന്നെ നമുക്കറിയാം. ഇപ്പോൾ ആരോഗ്യവകുപ്പിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ഇവിടെയുള്ള ഇതിൻ്റെ പോരായ്മ മനസ്സിലാക്കിയിട്ട് ആരോഗ്യവകുപ്പിൽ നിന്ന് തന്നെ ഇപ്പോൾ ഇത്രയും പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് 2 മിനി ഹോസ്പിറ്റലുകൾക്ക് കൂടി അനുമതി വന്നിരിക്കുക. പുതിയ ഇന്നലെ വന്ന ഒരു ഓഫറാണ് ഈ പറയുന്നത്. അപ്പോൾ ആ 2 വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ 5 സ്റ്റാഫുകളുള്ള ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ കോളനി പോലുള്ള പ്രദേശങ്ങളിൽ രാവിലെ തന്നെ പണിക്ക് പോകുന്നവർക്ക് വൈകിട്ട് താമസിച്ച് വരുന്ന ജോലിക്കാരെ പ്രതീക്ഷിച്ചിട്ട് അവർക്കുള്ള ചികിത്സ
ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് 2 മിനി ഹോസ്പിറ്റലുകളും കൂടി ഈരാറ്റുപേട്ടയ്ക്ക് അനുവദിച്ചിരിക്കുന്നത്. ഈ അനുവദിച്ച സംഗതിയും എത്രയും പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് റെഡിയാക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇതിന് എത്രത്തോളം ഇവർ വില കൊടുക്കുമെന്ന് നമുക്കറിയില്ല. ആശങ്കയും പേടിയും കൊണ്ടാണ് നമ്മൾ ഇത്രയും തുറന്ന് പറയുന്നത്. ഈരാറ്റുപേട്ട പത്താഴപ്പടി കേന്ദ്രീകരിച്ച് അവരൊരു പോയിന്റ് കണ്ടിട്ടുണ്ട്. ഒന്ന് കടുവാവഴി കേന്ദ്രീകരിച്ചും 2 പോയിന്റുകളാണ് കണ്ടിട്ടുള്ളത്. ഈ 2 പോയിന്റുകളിൽ നമുക്ക് 2 ഹോസ്പിറ്റലുകൾ വരികയാണെങ്കിൽ രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെ പ്രവർത്തിക്കുന്ന എല്ലാ സംവിധാനത്തോടു കൂടിയുള്ള ഡ്രസ്സിംഗ് റൂം, എല്ലാ സംവിധാനവും ലാബ് ഉൾപ്പെടെയുള്ള സംഗതികൾ അവിടെ പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ളതാണെന്നാണ് ഇന്നലെ വന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതുകൊണ്ട് ഈ സംഗതിയൊക്കെ വരുമ്പോൾ ഈ മറ്റ് അത്യാവശ്യ സർവീസുകൾ വരുന്നത് കളഞ്ഞതുപോലെ ഒരു ഉദാസീനതയോട് കാണിച്ചാൽ നമുക്ക് കിട്ടേണ്ട വലിയൊരു അനുഗ്രഹവും പോകും. അതുപോലെ തന്നെ കാരക്കാട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഏറ്റവും കൂടുതൽ വിവാദമായി പ്രസ്താവനകൾ പറയുകയും ഞങ്ങൾ ഈരാറ്റുപേട്ടയിൽ ഏറ്റവും ആദ്യം റോഡ് ചെയ്താൽ കാരക്കാട് റോഡാണ് ചെയ്യുന്നത് എന്ന് ഭരണപക്ഷം വലിയ ഒരു സംഗതിയിലൊക്കെ പത്രസമ്മേളനങ്ങളൊക്കെ വിളിച്ച് പറയുകയും ചെയ്ത് 20 ലക്ഷം രൂപ വിലയിരുത്തുകയൊക്കെ ചെയ്ത ഒരു സംഗതിയായിരുന്നു കാരക്കാട് റോഡ്. ആ ഭാഗം എന്തായാലും പ്രവർത്തനം മുമ്പോട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ സമയാസമയങ്ങളിൽ ആ ഫണ്ട് വിനിയോഗിക്കുകയോ ഈ ദിവസം വരെ വരികയോ ചെയ്തിട്ടില്ല. അതിനിടയിൽ കഴിഞ്ഞ 2018 അനുവദിച്ച ഒരു ഫണ്ട് തരാമെന്നവർ പറയുകയും ഒരു സർവേ ഭാഗമായി ഈരാറ്റുപേട്ടയിൽ എത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, റീബിൽഡ് കേരള. അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം ആ ഫണ്ട് നമ്മൾ പോലും അറിയാതെ അത് മുക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. മുക്കിയാൽ അത് കിട്ടേണ്ടത് 3 മെമ്പർമാരുടെ അവകാശപ്പെട്ട ഫണ്ടായിരുന്നു അവിടത്തേക്ക് മാറ്റിവെച്ചത്. ഒന്ന് എൻ്റെ കുറ്റിമരം പറമ്പിലേക്കുള്ള ഞാൻ പ്രതിദാനം ചെയ്യുന്ന വാർഡിലേക്കും അതുപോലെ നൗഫിയ ഇസ്മായിലിനുള്ളതും സുനിൽ കുമാറിൻ്റെ വാർഡിലേക്കുമുള്ള ഫണ്ടായിരുന്നു വെച്ചിരുന്നത്. പക്ഷേ എന്താണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്? ആ വാർഡിലേക്ക് വിനിയോഗിക്കേണ്ട ഫണ്ട് അതെടുത്തു കൊണ്ടുപോയി മറ്റ് വാർഡിലേക്ക് പിച്ച് ചീന്തുന്ന ഒരവസ്ഥ. 1 ലക്ഷവും 2 ലക്ഷവും 3 ലക്ഷവുമായി ചെയർമാനും വൈസ് ചെയർമാനും അവർക്ക് വേണ്ടി ഒത്താശ പാടുന്ന ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും അംഗങ്ങൾ വീതിച്ചെടുക്കുക. ഒരു പ്രദേശത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി അനുവദിച്ച ഫണ്ട് അവർ വെച്ച് കീറിയെടുക്കുകയാണ് ഒരു ഉളുപ്പുമില്ലാത്ത രീതിയിൽ. ഈരാറ്റുപേട്ടയിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു പ്രദേശമാണ് കുറ്റിമരം പറമ്പ്. ആ പ്രദേശത്തുള്ള ടാങ്ക് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. നമ്മൾ 4 അടി ഉയരത്തിലാണ് ആ ടാങ്ക് ഇരിക്കുക. 4 അടി ഉയരത്തിലിരിക്കുന്ന ഏതാണ്ട് 65ഓളം വീട് ആ നിരപ്പിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആ സ്ഥിതി ചെയ്യുന്ന വീട്ടിലേക്കൊക്കെ വെള്ളം എത്തണമെങ്കിൽ എങ്ങനെയാണ് അവർ ഒരു കുഴി കുത്തി ടാങ്ക് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് വെള്ളം അടിച്ച് വീണ്ടും മോട്ടർ ഉപയോഗിച്ച് വാർക്കയുടെ മുകളിലേക്ക് വെള്ളം അടിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇത് നഗരസഭയിൽ നമ്മൾ സൂചിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 60 ലക്ഷം രൂപ നേരത്തെ അനുവദിക്കാമെന്ന് പറഞ്ഞാൽ 15 ലക്ഷം തരാമെന്ന് നമ്മൾ ഡേറ്റുകയും ചെയ്താണ്. ലാസ്റ്റ് അവസാന ഘട്ടം വരുമ്പോൾ അത് നമുക്ക് തരുന്നില്ല. എങ്കിൽ ആ പൈസ നിങ്ങൾ എടുത്ത സ്ഥിതിക്ക് കാരക്കാട് റോഡിന് വകയിരുത്തിയിരുന്ന പൈസയിൽ നിന്നെങ്കിലും ടാങ്കിന് പൈസ തരണമെന്ന് നമ്മൾ പറയുകയും ഒരു പക്ഷം തരാമെന്ന് പറഞ്ഞ് നമ്മളെ പേപ്പർ എടുത്ത് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത പക്ഷം വന്ന് STPയുടെ വാർഡിലേക്ക് കൊടുക്കാൻ കഴിയില്ല. സഹോദരങ്ങളെ, STPയുടെ വാർഡ് എന്ന് പറയുന്നത് STPക്കാർ മാത്രം ജീവിക്കുന്ന വാർഡല്ലത്. മുസ്ലിം ലീഗിനും പ്രാധാന്യമുള്ളതാണ്. മുസ്ലിം ലീഗിൻ്റെ അംഗത്തിനും വോട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ CPMനും വോട്ട് ചെയ്തിട്ടുണ്ട്. 3-1 വോട്ടാണ് STPക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ STPയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ STP ആദ്യ സമയത്ത് ജയിച്ച സമയത്ത് തന്നെ കഴിഞ്ഞ ടൈമിൽ ജയിച്ച എൻ്റെ ഭാര്യയായിരുന്നു. അവിടുന്ന് അന്ന് തന്നെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനമായ STPയിൽ നിന്നും അതിൻ്റെ സഹസംഘടനകളിൽ നിന്നും എല്ലാം നമ്മൾ പറയുകയും അതിൻ്റെ ഭാഗമായി പോപ്പുലർ ഫ്രണ്ടിൻ്റെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഫ്രണ്ടിൻ്റെ ഭാഗമായി ഒരു വലിയ കുടിവെള്ള പദ്ധതിക്കുള്ള പൈസ ഇവിടെ തരികയും അതിൻ്റെ പ്രാരംഭ പണികളെല്ലാം പൂർത്തീകരിച്ച് ഈ മാസം തന്നെ ഇൻഷാ അല്ലാഹ് അത് ഉദ്ഘാടനം ചെയ്യുന്ന വേളയിലേക്ക് എത്തിയിട്ടുമുണ്ട്. അത് നമ്മളൊരു വാറോല കൊണ്ടോ അല്ലെങ്കിൽ ഒരു പാർട്ടി പൈസ കൊണ്ടോ നമ്മളെ മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കൈപിടിച്ച് ഉയർത്താൻ ഇവിടെയുള്ള ജനതയുടെ പൈസ കൊണ്ട് തന്നെ നമ്മുടെ വാർഡിലേക്ക് എത്താൻ കഴിയുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ജനതയെ എല്ലാവരും ഒന്നായി കാണുന്നു എന്ന് വേദികൾ കെട്ടുമ്പോൾ പറയുമ്പോഴും ഇത് ഭിന്നിച്ച് അല്ലെങ്കിൽ അവിടുത്തെ വോട്ട് ചെയ്തതും അവിടുത്തെ ജനതകളെല്ലാം ഒന്നാണെന്ന് കരുതാൻ മനസ്സിലാക്കാത്ത ഒരു ഭരണകൂടമാണ് ഇവിടെ ഉള്ളതെന്നാണ് ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ഈ വഴിയിലുള്ളത്. മറ്റൊന്ന് പറയാനുള്ളത്, നമ്മൾ ഇപ്പം ഒരു സേവനവുമായിട്ട് ചെന്നിട്ട് പൊതുജന സേവനമാണല്ലോ നമ്മൾ നഗരസഭയിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വം. നഗരസഭയിലേക്ക് കയറി ചെന്നാൽ ഓരോ വ്യക്തിക്കും ഒരാൾ അവിടെ ഒരു പേപ്പർ വർക്കിന് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വരുന്ന ബുദ്ധിമുട്ടുകളും സംഗതികളും തൂലീകരിക്കേണ്ടതാരാ? ഉദ്യോഗസ്ഥർ അവർക്ക് ശമ്പളം വാങ്ങി പോകുന്നതിനുള്ള പണി അവർ ചെയ്യും. പക്ഷേ അവരെ നിയന്ത്രിക്കുകയും അവരെ കോർഡിനീകരിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയർപേഴ്സൻ്റെ അല്ലെങ്കിൽ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുള്ളതാണ്. പലവട്ടം നമ്മളത് ഉണർത്തുകയും പല രീതിയിലുള്ള പറയുകയും ചെയ്താലും അവർക്കതൊന്നും ഒരു കൂസലല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ടത് ചെയ്യാൻ തയ്യാറല്ല.
വലിയ വലിയ ബുദ്ധിമുട്ടെന്ന് ഓരോരുത്തരും അവിടെ വന്നിട്ട് കഴിഞ്ഞ വർഷം ഞാൻ ടാക്സ് അടച്ചിട്ട് പോയ ആൾ ഈ വർഷം വരുമ്പോൾ കമ്പ്യൂട്ടറിലില്ല, എന്താ കാര്യം അറിയില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപയൊക്കെ അടയ്ക്കാൻ വേണ്ടി വരുന്നവരാണ് ഈ തിരിച്ചു പോകുന്നത്. നഗരസഭയ്ക്ക് തനത് ഫണ്ടായി കിട്ടേണ്ട ഫണ്ടുകളാണ് ഈ ലാപ്സാക്കുന്നതും. ഇങ്ങനെ കിട്ടുന്ന ഫണ്ട് കൊണ്ട് വേണം പൊതുജനങ്ങൾക്ക് സേവനം നടത്താനും. ഈ മേടിച്ചെടുക്കുന്ന ഫണ്ടുകൾ തരാമെന്നും പറഞ്ഞ് വരുന്ന ഫണ്ടുകൾ പോലും മേടിക്കാനുള്ള ഒരു പ്രാപ്തി കാണിക്കാത്ത ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി പല പ്രാവശ്യം നമ്മളവിടെ ഒരു കമ്മിറ്റി അംഗമെന്ന നിലയിൽ നമ്മൾ പല പ്രാവശ്യം ആവശ്യപ്പെടുകയും അതിനൊന്നും ഒരു മുന്നോട്ട് വരാത്ത ഒരു സാഹചര്യത്തിലാണ് പൊതുജനങ്ങളോട് ഇത് തുറന്നു പറയേണ്ടി വരുന്ന ഒരവസ്ഥ. ഉദ്യോഗസ്ഥരാണെങ്കിൽ പല കേസിലും ഉദ്യോഗസ്ഥർ സഹകരിക്കുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ വരുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ചില ഉദ്യോഗസ്ഥരൊക്കെ അവിടെ നിന്നിട്ട് പലതും മാറ്റിവെക്കുന്ന രൂപത്തിലേക്ക്. അതെനിക്കത് ഉദ്യോഗസ്ഥരുടെ സ്വഭാവം കൊണ്ടായിരിക്കുകയല്ല, ഇത് ചില പ്രദേശത്ത് വരുന്നവർ അവരെ വേണ്ടതുപോലെ വിനിയോഗിക്കാത്ത രീതിയിൽ. ഒരു ഉദാഹരണം പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് വിങ്ങിലേക്ക് ഇപ്പോൾ സുബൈർ വെള്ളാപ്പള്ളി പറഞ്ഞു ഇരാറ്റുപേട്ടയിൽ നഷ്ടപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ പ്രോജക്റ്റുകളുടെ വലിയൊരു കൂമ്പാരം. പണ്ട് ഒരു ഓവർസിയറും ഒരു എയും ഒക്കെ ഇരുന്ന കാലത്ത് പോലും ഇവിടെ വൻ പ്രോജക്റ്റുകളും പരിപാടികളും നടന്നിട്ടുണ്ട്. ഇപ്പോൾ 6ഓളം സ്റ്റാഫുകൾ ഓവർസിയർമാർ തന്നെയുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു നഗരസഭയിൽ പൊതു പ്രോജക്റ്റുകൾക്ക് വേണ്ടി മാത്രം ഒരു ഓവർസിയർ മാറ്റിവെച്ചാൽ ഈ പറഞ്ഞ പരിപാടികളെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യാനും പ്രാവർത്തികത വരുത്താനും നമുക്ക് സാധിക്കും. പക്ഷേ അതിനൊന്നും ഇവർ മെനക്കെടുന്നില്ല, ഇതിനു വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നില്ല. അവർക്ക് വീതം വയ്ക്കാനുള്ള ധൃതിപ്പാടിലാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒരു പൊതുജന സമക്ഷം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിൽ ഏറ്റവും ഒടുവിൽ പറയാനുള്ളത്, നേരത്തെ നമ്മൾ കുറേ എണ്ണി സുബൈർ വെള്ളാപ്പള്ളി പറഞ്ഞ സംഗതിയുണ്ട്. ഇരാറ്റുപേട്ടയിൽ പണിതിട്ടുള്ള മിനി സിവിൽ സ്റ്റേഷൻ, അതുപോലെ വൃദ്ധസദനം, പിന്നെ മാർക്കറ്റിലെ ബിൽഡിങ്, ഇതെല്ലാം വലിയ വലിയൊരു സംരംഭങ്ങൾ ഇരാറ്റുപേട്ടയ്ക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്ന, നഗരസഭയ്ക്ക് വാടകകൾ മേടിച്ചെടുക്കാൻ പറ്റുന്നതും ഓരോ യൂണിറ്റുകൾ തുടങ്ങാൻ പറ്റുന്നതും സംഗതി എല്ലാം മാറ്റിവെച്ചിട്ട് ഇതാ നമ്മൾ പുതിയതായി ഒന്നും കൂടെ നമ്മളിന്ന് നഷ്ടപ്പെടാൻ പോവുക. ഇരാറ്റുപേട്ടയിൽ വലിയ കൊട്ടിഘോഷിച്ച് ഒരു അവിശ്വാസത്തെ പോലും നേരിടേണ്ടി വന്നതാണ് തടി വിഷയം, തേക്കും തടി വിഷയം. തേക്കും തടി വിഷയത്തിൽ ഇരാറ്റുപേട്ടയിൽ ഒരു വ്യക്തി എൻ്റെ പറമ്പിൻ്റെ സൈഡിൽ നിൽക്കുന്ന തടി വെട്ടിമാറ്റണം എന്നും പറഞ്ഞ് നഗരസഭയ്ക്ക് അപേക്ഷ കൊടുക്കുന്നു. പാലായി തഹസിൽദാർക്ക് ഉൾപ്പെടെ അപേക്ഷ കൊടുത്ത് അതിനുവേണ്ടിയുള്ള ഓട്ടപ്പാച്ചിൽ നടക്കുകയായിരുന്നു. ആ സമയത്താണ് അങ്ങനെ തടി ഉണ്ടെന്നും വെക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ ആ തടി അനധികൃതമായി മുറിച്ചു മാറ്റാൻ പോകുമ്പോൾ കുറേ നല്ലവരായ നാട്ടുകാരും കൗൺസിലേഴ്സും എല്ലാം ഇടപെട്ട് അത് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇട്ടിരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ട്. ഇപ്പോൾ അന്ന് നഗരസഭയുടെ പറമ്പിൽ നിന്ന് നിൽക്കുന്ന തടി വെട്ടിമാറ്റണമെന്ന് ആവശ്യപ്പെട്ട അദ്ദേഹം തന്നെ ഇപ്പോൾ 4 മാസം മുമ്പ് ഇരാറ്റുപേട്ട മുനിസിപ്പൽ കോടതിയിൽ കൊണ്ടുപോയി പരാതി കൊടുത്തിരിക്കുക. ആ സ്ഥലം എൻ്റെതാണ്, ആ സ്ഥലം എൻ്റെതാണെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ കോടതി നഗരസഭയ്ക്ക് നോട്ടീസ് അയക്കുന്നു, നിങ്ങൾക്കിതിലെന്തെങ്കിലും പറയാനുണ്ടോ? ഈ 4 മാസമായിട്ടും ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്യാനോ അല്ലെങ്കിൽ അതിലേക്ക് പോകാനോ ഒന്നും നഗരസഭാ സമിതിക്കോ അതിന് വേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്കോ കഴിയുന്നില്ല. അതിൻ്റെ ഗൗരവം നിങ്ങൾ ചെറുതല്ല മനസ്സിലാക്കേണ്ടത്. ഇത് എത്താത്തത് എന്തുകൊണ്ടാണ്? ഈ കഴിഞ്ഞ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ അവരുണ്ടാക്കിയിട്ടുള്ള ഒരു അവിശ്വത കൂട്ടുകെട്ടാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇപ്പം നടക്കുന്ന മിക്ക കാര്യങ്ങളിലും ഇടതുപക്ഷവും വലതുപക്ഷവും കൂടി ഒരു കൂട്ടുകെട്ട് ആരുടേതാണ് ഈ സ്ഥലം എന്ന് നിങ്ങൾ പരിശോധിക്കുമ്പോഴും ഈ കൂട്ടുകെട്ടിൻ്റെ ബന്ധമൊക്കെ അവിടെയാണ് ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത്. അതിനും പൊതുജനങ്ങൾ മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്. അതുപോലെ തന്നെ PMAY കാര്യങ്ങളൊക്കെ നമ്മളോട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇരാറ്റുപേട്ടയ്ക്ക് സമഗ്ര വികസനത്തിന് വേണ്ടി പുതുതായി രൂപീകരിച്ച നഗരസഭ ആയതുകൊണ്ട് ഇരാറ്റുപേട്ട നഗരസഭ ചോദിക്കാതെ തന്നെ പല പ്രോജക്റ്റുകളും വൻകിട പ്രോജക്റ്റുകളാണ് ഇരാറ്റുപേട്ടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പല ഏജൻസികൾ നിങ്ങൾക്ക് പുതിയൊരു സംഗതി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത്രയും രൂപ തരാം, അതിൻ്റെ ഭാഗമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കഴിഞ്ഞ വർഷം കിട്ടിയിരിക്കുന്നത്. ആ പൈസ നമ്മൾ വിനിയോഗിച്ചിരുന്നുവെങ്കിൽ പുതിയ ഫണ്ട് കിട്ടിയേനെ. 2.5 വർഷമായിട്ട് വിനിയോഗിക്കുന്നില്ല, പോയി. ഇനി അത് വിനിയോഗിച്ചിരുന്നെങ്കിൽ 15 കോടിയാണ് പിന്നെ വരാൻ പോകുന്നത്. അതുപോലെ വിനിയോഗിച്ച് കാണിച്ചാലാണ് പിന്നെയും നഗരസഭയ്ക്ക് ഫണ്ട് കിട്ടുക. നഗരസഭാ സമുച്ചയം പണിയുന്നതിന് 8 കോടി. ഇത് എന്തൊക്കെയാണോ ഇരാറ്റുപേട്ടയ്ക്ക് അടുത്ത പ്രദേശങ്ങളിൽ വരാൻ പോകുന്ന സംഗതികളെക്കുറിച്ച് നഗരസഭ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതും MLA തരേണ്ടതാണെങ്കിലും ഇത് ഫോളോ അപ്പ് ചെയ്യാൻ ഒരു സംഘം മുൻനിർത്തി ഇറങ്ങിയാൽ മാത്രമേ ഇതിന് കിട്ടുകയുള്ളൂ. പലതവണ നമ്മൾ ഒരാൾ കിടന്ന് നഗരസഭയിൽ വായിട്ടലച്ചതുകൊണ്ടോ പറഞ്ഞതുകൊണ്ടോ ഒന്നും കാര്യമാവുന്നില്ല. ഇതിൻ്റെ സമരപരിപാടിയും പൊതുജനങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പും ഇതിന് അനിവാര്യമാണെന്ന് തോന്നിയ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിക്കാനുണ്ടായത്. അതുകൊണ്ട് പൊതുജനങ്ങൾ
പൂർണ്ണമായും ഈ സംഗതി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുന്ന വേദികളിലും എല്ലാം നിങ്ങൾ പ്രതികരിക്കുകയും ഇതിൽ പിന്നെ മുമ്പോട്ട് വരണമെന്നും SDP ഇതുപോലുള്ള എല്ലാ പരിപാടികളും മുന്നിൽ നിർത്തിക്കൊണ്ട് വലിയ ഒരു സമര പരിപാടി രൂപപ്പെടുത്തുന്നതിൻ്റെ ചർച്ചയിലാണുള്ളത്. ഇത് ഇൻഷാ അല്ലാഹ് നല്ലൊരു രീതിയിലേക്ക് നമ്മൾ മുന്നേറി വരും എന്നാവശ്യം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആഘോഷങ്ങൾ തിരികെ വരുന്നു. മഹാറാണി വെഡിംഗ് ഫെസ്റ്റിവൽ, മഹാറാണി വെഡിംഗ് കളക്ഷൻസ്, തൊടുപുഴ.